ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ കരഞ്ഞ് നിൽക്കണത് കണ്ടിട്ട് വിശ്വം ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്. പോട്ടെ അമ്മേ, കരയില്ലേന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് കമലാമ്മ ദേഷ്യത്തോട് കൂടിയിട്ട് വിശ്വത്തിൻ്റെ കൈ തട്ടി മാറ്റാണ്. ഒന്ന് പോടാ അവിടെ നിന്ന്, നിന്നെയും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്, നീയും കൂടി ഇതിനൊക്കെ ഉത്തരവാദിയാണ്. ഒരു മോൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണെന്നെങ്കിലും പണം കൂട്ടി വെച്ച് ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നീ ഒരു തോർത്തുമുണ്ടെങ്കിലും നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എടുത്തു കൊടുത്തിട്ടുണ്ടോടാ. സത്യത്തിൽ എൻ്റെ മക്കൾ 3 ആളും സ്വാർത്ഥരാണ്. അവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അവരുടെ സന്തോഷം മാത്രമാണ് അവർക്ക് വലുതെന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങുമ്പോൾ വേദയ്ക്ക് സങ്കടമാവട്ടെ. അപ്പോൾ വേദ പറയും, സാറില്ല അമ്മ, പോട്ടെ. അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. ചിലപ്പോൾ വിനായകേട്ടന് ഈ ഒരു 6 ലക്ഷം രൂപ കൂറി വെച്ചത് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണെങ്കിലോ എന്ന് നോക്കിട്ടോ. വീടിന് വേണ്ടിയോ എന്ന് ചോദിക്കാം കേട്ടോ കമലാമ്മ. അതെ, വീടിന് വേണ്ടി തന്നെ. ആ സഹകരണ ബാങ്കിലെ ലോൺ ഉണ്ടല്ലോ, അതടയ്ക്കാനാണ് വിനയേട്ടൻ ഇതിൽ നിന്ന് തീരുമാനിച്ചിരുന്നതെന്നാണ് ഓട്ടോയിൽ പോരുമ്പോൾ എന്നോട് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദിനി പറയും, എപ്പോൾ ഞാൻ കേട്ടില്ലല്ലോ. സത്യമായിട്ടും എന്നോട് പറഞ്ഞതാ, വ്യക്തമായി തന്നെ പറഞ്ഞത്. അല്ലേ വിനായകേട്ടാന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വിനായകനാണെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതിന് ഞാനിപ്പോൾ അതൊന്നും തുറന്നു പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എന്തായാലും സ്വാർത്ഥനല്ലേ, പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അന്നേരം വേദ പറയാണ്, അത് പറയാതിരുന്നിട്ടൊന്നും കാര്യമില്ല, അത് പറഞ്ഞാലല്ലേ ഇവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ നിർബന്ധിക്കാണ് കേട്ടോ, സഹകരണ ബാങ്കിൽ ലോണ് ഞാൻ അടച്ചോളാന്ന് വിനായകനെ പറയാനായിട്ട്. വിനായകൻ എന്നിട്ട് ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലാതെ, ശരി തന്നെയാണ്, ഞാനങ്ങനെ തീരുമാനിച്ചിരുന്നു, പക്ഷേ നിങ്ങളൊന്നും അത് വിശ്വസിക്കില്ലല്ലോ എന്ന് പറയും. ഇപ്പം അമ്മയ്ക്ക് വിഷമൊക്കെ മാറില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വനാണെന്നുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് വിശ്വം പറയാണ്, സത്യമാണോടാ വിനായക, നീ ആ കുറി അടയ്ക്കാൻ ആ ലോൺ അടയ്ക്കാൻ തീരുമാനിച്ചിരുന്നോ? 4 ലക്ഷത്തിൽ കൂടുതൽ വരും എന്ന് പറയാനിട്ട്. ഇത് കേട്ടിട്ട് നന്ദിനിയും വിനായകൻ ആകെ ഞെട്ടാണ് കേട്ടോ. 4 ലക്ഷമോ? ആകെ 6 ലക്ഷം രൂപയല്ലേ ഉള്ളൂ എന്ന് ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണേ. അപ്പോൾ പറയും വിനായകേട്ടൻ അത് അടയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നു എന്ന് വേദ വീണ്ടും പറയാൻ കേട്ടോ. അപ്പോൾ അവസാനം വിനായകൻ പറയുകയാണേ, അത് ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അത് സ്വരുക്കൂട്ടി വെച്ചത്. എല്ലാവർക്കും ഒരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ കമലാമ്മയ്ക്കും വിശ്വനൊക്കെ ഭയങ്കര സന്തോഷമാവണേ. സോറിയടാ, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു, നീ സ്വാർത്ഥനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് വിശ്വൻ അവിടെ നിന്ന് പോകും. അപ്പോൾ കമലാമ്മ പറയും, ആ മീൻകാരി മീനെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ സത്യത്തിൽ ഞാൻ ആകെ വിഷമിച്ചു പോയി. സാറില്ല, എന്തായാലും നിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു നല്ല ഉദ്ദേശം ഉണ്ടായല്ലോ എന്ന് പറയും. ഇപ്പോൾ ശ്രീജയം വന്ന് പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും നന്ദിനി, നീ ഈ വീടിനോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ ശേഷം നന്ദിനിയാണെന്നുണ്ടെങ്കിൽ വേദന ഒന്ന് തറപ്പിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. വേദ അത് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോവും. വിക്രമിൻ്റെ റൂമിൽ ചെന്ന് ഷർട്ടൊക്കെ എടുത്ത് വെക്കുകയാണ്. ആ സമയത്താണ് നന്ദിനി വരുന്നത്. എടി എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിളി കേൾക്കുന്നില്ലേ? നിന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നില്ലേ? എന്നെ എടിയെന്നൊന്നും വിളിക്കേണ്ട, എനിക്കൊരു പേരുണ്ട്, ആ പേര് വിളിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വിളിച്ചാൽ നീ എന്ത് ചെയ്യൂടി? എടി നന്ദിനി എന്നും എടി ഏടത്തി എന്നൊക്കെ ഞാനും വിളിക്കും അപ്പോഴോ എന്ന് പറയാം കേട്ടോ. എടി, നിന്നോട് ആര് പറഞ്ഞു ഞങ്ങൾ ആ സഹകരണ ബാങ്കിൽ ലോൺ അടയ്ക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് എന്ന് പറയും. അപ്പോൾ വേദ പറയും, അങ്ങനെ ഞാൻ പറഞ്ഞു. അതെ, ഇതിനാണോ നീ ഞങ്ങളെ സഹായിക്കാൻ വന്നത്? ഞാൻ അങ്ങോട്ട് വന്നതല്ലല്ലോ, എന്നെ നിങ്ങൾ വിളിച്ചു വരുത്തിയതല്ലേ. കാൽ കണ പൈസ കൊടുക്കാതെ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു തന്നു, കേസ് ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ പൈസ തിരിച്ച് കിട്ടാനായിട്ടേ കുറച്ച് നാൾ പിടിക്കുന്നേ ഉള്ളൂ. എന്തായാലും ആ പൈസ തിരിച്ച് കിട്ടും എന്ന് പറയും. ഇതിലും ഭേദം കിട്ടാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറയും കേട്ടോ. ഇതിപ്പോൾ നാട്ടുകാർക്ക് മുഴുവനും കൊടുക്കേണ്ട ഗതി വന്നില്ലേ? നാട്ടുകാരോ ഈ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അത് ചെയ്യുന്നത്? അപ്പോൾ നന്ദിനിയുടെ ഈ വീട്ടിലെ ആളല്ലേ എന്ന് വേദ ചോദിക്കുകയാണേ. നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരികയാണ്. ഇത് നീ മനഃപൂർവ്വം ഞങ്ങളെ കുടിക്കിയതല്ലേടി എന്ന് ചോദിക്കണം. മനഃപൂർവ്വം കുടിക്കിയതോ? ഞാനോ? എന്തിന്? ഞാൻ നിങ്ങൾക്കൊരു ഉപകാരം മാത്രമല്ലേ ചെയ്തു തന്നിട്ടുള്ളൂ എന്ന് പറയാം കേട്ടോ. എടി എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ കൈ ഇതാക്കണം കേട്ടോ. അപ്പോൾ വേദ പറയും, വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ മെക്കെട്ട് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ പണ്ട് എന്നെ കുംഫു പഠിപ്പിച്ചിട്ടുള്ളതാ. ഒരു ചവിട്ടും 2 കിക്കും തന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവിടെ പോയി പറന്ന് കിടക്കും. പിന്നെ 1ഉം 2ഉം ഒക്കെ കിടന്ന് സാധിക്കേണ്ടി വരും. അതൊന്നും ആലോചിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയട്ടെ. ഇതൊക്കെ കേട്ടിട്ട് നന്ദിനി ആകെ പേടിച്ച് വിറയ്ക്കുകയാണ്. എന്നിട്ട് നന്ദിനി ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് വേദന നോക്കി നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വിക്രമും ശ്രീനിവാസ സാറും വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് ചെറിയൊരു അപകടം, ഒരാൾ പേടിപ്പിക്കാൻ വന്നതാ എന്നൊക്കെ പറയട്ടോ. അതുകൊണ്ട് അകത്തേക്ക് ആരും കയറ്റി വിടണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രമിനെ മാത്രമായിട്ട് അകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സാർ എന്തായാലും നാളെ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീനിവാസൻ സാർ ചിരിക്കുകയാണ് കേട്ടോ. രാഷ്ട്രീയക്കാർക്ക് അകത്തിരിക്കാൻ പറ്റുമോ? പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അല്ല, ഇനി ആരെങ്കിലും എന്തെങ്കിലും അതൊന്നും സാരില്ലടാ, നാളത്തെ സമ്മേളനത്തോട് കൂടിയിട്ടേ നമ്മൾ കാര്യം എന്തായാലും ഒരു വഴിക്ക് എത്തിക്കണം. എന്തായാലും ഈ പോൾ കാട്ടൂർക്കാരൻ ഉണ്ടല്ലോ,
സിറ്റി MLA. അപ്പോൾ ആ ആളാണ് ഇത് ചെയ്തതെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുത്തി തീർക്കണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ഇതുവരെയും പ്രവർത്തിച്ചിട്ടുള്ളത് സത്യത്തിന് വേണ്ടി മാത്രമല്ലേ സാറേ? അപ്പോൾ ഇത് ശരിക്കും അഭിലാഷാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഭിലാഷിന് എന്നോട് ശത്രുതയുണ്ട്. അപ്പോൾ പിന്നെ അവനായിരിക്കുമല്ലോ അത് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ശ്രീനിവാസ സാർ പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ആ ലാസ്റ്റ് പോയ സമയത്ത് അവനെന്തിനാ എന്നെ വെല്ലുവിളിച്ചത് എന്ന് പറയും. ഇനിയിപ്പോൾ നിന്നെയാണെന്നുണ്ടെങ്കിലും എന്നെയാണെന്നുണ്ടെങ്കിലും നമുക്കിത് വിറ്റ് ഓട്ടാക്കണം എന്നുള്ള രീതിയിൽ ശ്രീനിവാസ സാർ സംസാരിക്കുകയാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ വിക്രത്തിനോട് സംസാരിക്കുമ്പോൾ പാർട്ടിയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സാറ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എങ്കിലും സാറ് പറയുന്നത് ഞാൻ അനുസരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസത്തോട് കൂടിയിട്ട് നിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുകയാണ്. ആ മാറ്റി വെച്ച വെള്ളം മുണ്ട് ഷർട്ട് ഇട്ടിട്ട് വേണം നാളത്തെ സമ്മേളനത്തിന് വരാനായിട്ട്, പറയാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ അതിലൊട്ടും താല്പര്യമില്ല, എങ്കിലും ശ്രീനിവാസ സാറ് പറയുന്നത് അനുസരിക്കാം എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. അപ്പോൾ നാളത്തെ സമ്മേളനത്തോട് കൂടിയിട്ട് നീ ഒരു രാഷ്ട്രീയക്കാരനായി മാറുകയാണ് എന്ന് വിക്രത്തിനോട് പറയുമ്പോൾ വിക്രം ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കമലാമ്മ ഇങ്ങനെ പച്ചക്കറി ഇടുന്ന സമയത്ത് ശ്രീജ വന്നിട്ട് വേദ എവിടെ അമ്മയെന്ന് ചോദിക്കും കേട്ടോ. എന്തിനിപ്പോൾ വേദന അന്വേഷിക്കുന്നതെന്ന് നന്ദിനി പറയും. അല്ല ഇവിടെയൊക്കെ കാണുന്നതാണല്ലോ എന്ന് പറയും. അപ്പോൾ കമലാമ്മ പറയും, എന്തോ ഒരു മെയിൽ അയക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയും. ഓ അതൊക്കെ വെറുതെയാണ്, അവൾക്ക് ഫോണിൽ നിന്ന് അയക്കാലോ വേണമെങ്കിൽ മെയിൽ എന്ന് നന്ദിനി പറയാനേ. അതൊന്നും എനിക്കറിയില്ല എന്ന് പറയട്ടോ. അവളോട് മുട്ടാൻ നിൽക്കണ്ട എന്ന് പറയട്ടോ. അപ്പോൾ കമല പറയും, അതെ നന്ദിനി വേദ എന്ത് ചെയ്താലും നന്ദിനിക്ക് അത് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് നന്ദിനി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും. അപ്പോൾ നന്ദിനി അതൊക്കെ നിങ്ങൾക്ക് അവളുടെ മറ്റൊരു മുഖം കാണാത്തത് മനസ്സിലാവുന്നതാ. 2 ചവിട്ടും 1 കിക്കും തന്നിട്ടുണ്ടെങ്കിൽ ഇതേ പറന്ന് കിടക്കും, പിന്നെ 1 2 കിടന്നോടത്ത് കിടന്ന് തന്നെ പോകും. അപ്പോൾ അതൊക്കെ ഭയങ്കര വൃത്തിയേടാ. നീ എന്താ നന്ദിനി പറയുന്നത്? ഇതേ അവൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാന്ന് പറയട്ടോ. അടിച്ച് താഴെ ഇടുന്നു. അപ്പോൾ കമല മാറി, പിന്നെ അവൾ അങ്ങനെയൊന്നും പറയൂല, കിട്ടുമ്പോൾ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് ശ്രീജ അവിടെ നിന്ന് പോകും. അമ്മേ ഇത്തവണത്തെ വിഷു തിങ്കളാഴ്ചയല്ലേ, അപ്പോൾ നമുക്കത് ആഘോഷിക്കണ്ടേ? ഇപ്രാവശ്യത്തെ വിഷു പ്രത്യേകത ഇല്ലേന്ന് പറയാം. അതെ, ആ കുട്ടി വന്നിട്ട് ആദ്യത്തെ വിഷുവാണ്, അതുകൊണ്ട് തന്നെ മാഷിത് ആഘോഷിക്കേണ്ടെന്ന് പറയും. പക്ഷേ നമുക്ക് ആഘോഷിക്കണം. എല്ലാ കാര്യങ്ങളും നീയും വേദയും കൂടെ നോക്കിയാൽ മതി. പറമ്പിൽ നിന്ന് ഒരു ചക്കയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ, പിന്നെ സദ്യയും, അങ്ങനെയൊക്കെ നമുക്ക് ആഘോഷിക്കാം എന്ന് പറയും. ശരി അമ്മ, എന്തായാലും മോളെ കൂടെ കൊണ്ടുവരാം, ഞാൻ വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, വീട്ടിലേക്ക് എന്തിനാണ് പോകുന്നത്? മോളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. വിഷിനോട് പറയും, വിഷൻ പോയി കൊണ്ടുവരും, എന്നിട്ട് വിഷു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതിയല്ലോ എന്ന് പറയട്ടോ. ഇത് പ്രകാരം വിഷൻ്റെ അടുത്ത് ചെന്ന് പറയാണ് കേട്ടോ. ചക്കവർത്തൊക്കെ കൊടുത്തിട്ടാണ് പറയുന്നത്, വിഷേട്ടൻ പോയിട്ട് മോളെ കൊണ്ടുവരുമോ? എന്തിനാണ് മോളെ കൊണ്ടുവരുന്നത്? വിഷുവിന് മോൾ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ പറയണം, അതൊന്നും വേണ്ട, ചിലപ്പോൾ നിൻ്റെ ആങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല, വിഷു കഴിഞ്ഞിട്ട് കൊണ്ടുവരും. വിഷു കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോൾ പുതിയ ഉടുപ്പും കാശും ഒന്നും ചിലവാകില്ലല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അതിന് എൻ്റെ കയ്യിൽ കാശുണ്ടോ ശ്രീജെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയും, നിങ്ങളുടെ കയ്യിൽ എന്നാണ് കാശുണ്ടായിട്ടുള്ളത്? എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ കാശുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ വിഷൻ തല മുമ്പിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, വേണ്ട ഞാൻ പോകുന്നില്ല, നീ പോയി കൊണ്ടുവന്നോ. എന്നിട്ട് അപ്പോഴും ദേഷ്യം വന്നിട്ട് ശ്രീജ പറയാണ് കേട്ടോ, ഈ വിഷുവിന് എൻ്റെ മോൾ ഈ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും വെച്ച് വിളമ്പിട്ട് ശ്രീജ പട്ടിണി എടുക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകാണ്. അപ്പോൾ വിഷൻ പറഞ്ഞു, ഭാഗ്യം എന്നെ പട്ടിണിക്ക് ഇടുന്നു പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനത്തിലിരുന്ന് ചക്കവറുത്തം തിന്നാണ്. അങ്ങനെ ശ്രീജ പുറത്തേക്ക് പോകുന്ന സമയത്ത് കമലാമ്മയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ്. കമലാമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ശ്രീജയുടെ സങ്കടം കണ്ടിട്ട് ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ. ശ്രീജയാണെന്നുണ്ടെങ്കിൽ കമലാമ്മനെ നോക്കിയിട്ട് കരഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. കമലാമ്മ ദേഷ്യത്തോട് കൂടിയിട്ട് വിഷൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അമ്മേ എന്തെങ്കിലും പറയാനുണ്ട്, പക്ഷേ നീ എന്നും ഭക്ഷണത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന സമയത്ത് അച്ഛൻ നിന്നെ അപമാനിക്കുന്ന സമയത്ത് ഞാൻ വേണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ വന്നതാണ്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ മുഖത്തൊറ്റടി കൊടുക്കും കേട്ടോ. വിശ്വത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ചക്കവറുത്തൻ്റെ പാത്രമൊക്കെ തെറിച്ചു പോകും. അമ്മേ എന്താ ഇത് എന്ന് പറയട്ടോ. ഇത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ആ പോയ പെൺകുട്ടി ഉണ്ടല്ലോ ശ്രീജ, നിൻ്റെ ഭാര്യ, അവൾ തരേണ്ട കാര്യമാണ് ഇപ്പം ഞാൻ നിനക്ക് തന്നത്. അവൾ എത്രത്തോളം സഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിഷുവായിട്ട് നിൻ്റെ മോളെ കൂട്ടിക്കൊണ്ടുവരാൻ പോലും നിനക്ക് പറ്റുന്നില്ല അല്ലേ എന്ന് പറയട്ടോ. അവൾ ഇനി അവസാനം ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കാന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ശ്രീജനെ കമലമ്മ ആശ്വസിപ്പിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്